ഗുഡ്വിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു വിഭവമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന വിഭവം നിങ്ങൾക്കെല്ലാവർക്കും ചിരപരിചിതമായ പേരുള്ള ഒരു വിഭവമാണ്. അതിൻ്റെ പേര് യാം. യാം എന്ന് പറഞ്ഞ ഒരുപക്ഷെ പെട്ടെന്ന് എല്ലാവർക്കും അത് മനസ്സിലാവില്ല. ചേന ക്രിസ്പി ഫ്രൈഡ് യാം, അതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നമുക്ക് നോക്കാം. വളരെ സ്വാദിഷ്ടമാണ്, വളരെ സ്വാദിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ യാം ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കാം. നമ്മുടെ ക്രിസ്പി യാം ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല നമ്മൾ തയ്യാറാക്കുകയാണ്. അതിന് നമ്മൾ ആദ്യം ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല 1/4 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്. ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂണാണ്. കായം 1/4 ടീസ്പൂൺ. ഇനി തൈര് 1 ടേബിൾ സ്പൂൺ തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അടുത്ത് നമ്മൾ ചേർക്കുന്നത് റൈസ് പൗഡറാണ്. 2.5 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ. മൈദ 1 ടേബിൾ സ്പൂൺ മൈദ. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് കടലമാവാണ്, ബേസിക് ഫ്ലോർ 3 ടേബിൾ സ്പൂൺ കടലമാവ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വേണ്ട, വളരെ കുറച്ച് മതി. നമ്മുടെ മസാല അധികം ലൂസാവരുത്. ലൂസായി കഴിഞ്ഞാൽ അതിൽ പിടിച്ചിരിക്കില്ല, നമ്മുടെ യാമിൽ പിടിച്ചിരിക്കില്ല. നമ്മുടെ യാം ഫ്രൈക്കുള്ള ബാറ്റർ, ക്രിസ്പി യാം ഫ്രൈക്കുള്ള ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് യാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ മിക്സ് ചെയ്യുന്നു. അതിനുശേഷം ഫ്രൈ ചെയ്യാം. നമ്മുടെ യാം ഫ്രൈക്ക് വേണ്ടിയിട്ട് നമ്മൾ യാം കട്ട് ചെയ്ത് വെച്ചിരുന്നത് നമ്മൾ പാത്രത്തിലേക്ക് എടുക്കുന്നു. ഇതിലേക്ക് കുറച്ച് സോൾട്ട് മിക്സ് ചെയ്യുന്നു. കുറച്ച് 1 പിഞ്ച് മതിയാവും. ഇത്രയും ചേനയ്ക്ക് 1 പിഞ്ച് ധാരാളമാണ്. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ മസാലയിൽ സോൾട്ട് ചേർത്തിട്ടുണ്ട്. പക്ഷെ അത് കൂടാതെ കുറച്ച് ഇത് ഡയറക്റ്റ് ചേനയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് കറി ലീഫും ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഇട്ടേക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇത് മിക്സ് ചെയ്യാം. ഓയിൽ ചൂടാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പിടിക്കാതെ, ഒന്നിച്ചിടാതെ സെപ്പറേറ്റ് ചെയ്തിടണം ഓരോ പീസായിട്ട്. ഇട്ട് കൊടുക്കുമ്പോൾ കൈ പൊള്ളാതെ നോക്കണം. ഫ്രൈ ആയി വരുന്നുണ്ട്. കുറച്ച് നേരം എടുക്കും. ചേന ഇട്ട് കൊടുക്കുമ്പോൾ അധികം ഒട്ടിപ്പിടിക്കാതെ വിതറി ഇടണം. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റില്ല, കുറച്ചൊന്ന് നേരം എടുത്ത് ചെയ്യണം. എന്നാൽ കൈയിലേക്ക് ഓയിൽ തെറിക്കാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്.
അതിലെല്ലാ ഭാഗവും ഫ്രൈ ആവണം. അത് നമ്മുടെ ക്രിസ്പി യാം ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. സൗണ്ട് കേൾക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല ക്രിസ്പിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ ക്രിസ്പി ഫ്രൈഡ് യാം തയ്യാറാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ മറക്കാതെ അമർത്തിയാൽ. താങ്ക് യു.